ശബരിമല വിഷയം. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴമൺ കുടുംബത്തെ ഒന്നാകെ മാറ്റണം എന്ന ഒരാവശ്യം ഉന്നയിച്ചത് ബി.ജെ.പിയുടെ നേതാവ് കൂടിയായിട്ടുള്ള, പ്രത്യേകിച്ച് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള KS രാധാകൃഷ്ണനാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. ഇതിപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ബി.ജെ.പിയുടെ നേതാവ് എന്ന നിലയിൽ അത് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു നിലപാടാണോ, അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാകുന്ന നിലപാടാണോ, അതല്ല എങ്കിൽ ഈ വിഷയത്തിൽ ബി.ജെ.പിക്ക് കൃത്യമായ ഒരു നിലപാടുണ്ടോ? ആ നിലപാട് എന്താണ്? രാധാകൃഷ്ണനോട് ഒപ്പമാണോ, അതെയോ രാധാകൃഷ്ണനെ തള്ളിക്കളയുന്ന ഒരു സമീപനത്തിലേക്കാണോ പാർട്ടി പോകുന്നത്? ഇതെല്ലാം തന്നെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ശബരിമല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ശബരിമലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിൽ തന്നെ ഈ തന്ത്രി കുടുംബവും ഒക്കെ പ്രതിസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിൽ പോലും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതിൻ്റെ വാർത്തകൾ തെളിവ് സഹിതം നൽകിയ ഒരു പശ്ചാത്തലമുണ്ട്. താഴമൺ കുടുംബത്തിൻ്റെ ഈ താന്ത്രിക വിദ്യയിലുള്ള ഒരു അപ്രമാദിത്വം അത് പല കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണല്ലോ ഈ രാധാകൃഷ്ണൻ്റെ ഒരു നിലപാട് പുറത്തു വന്നിട്ടുള്ളത്. അതിനെ പൊതുവിൽ എങ്ങനെയാണത് ചർച്ചയാകുന്നത് സജിത്ത്? അഭിലാഷ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. അതായത് താഴമൺ കുടുംബത്തെ ഇതിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം താഴമൺ കുടുംബം ഈ താന്ത്രിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. അതിന് കാരണമായി അദ്ദേഹം ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, ദേവസ്വം ശബരിമലയുടെ താന്ത്രിക ചുമതല എന്നത് താഴമൺ മഠത്തിന് എക്കാലവും നൽകിയിരിക്കുന്നതല്ല. കടുത്ത ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ താഴമൺ മഠം കടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിൽ കണ്ഠർ രാജീവർ ഉൾപ്പെടുന്ന ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ പ്രതിപട്ടികയിലാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണം അത് സംബന്ധിച്ച് അദ്ദേഹം നേരിടുന്നു. ഇതിനു മുമ്പ് നേരത്തെ കണ്ഠർ മോഹനർ നേരിടുന്ന ആരോപണങ്ങളും തുടർന്ന് അദ്ദേഹം തൻ്റെ മകനെ ആ ചുമതലയിൽ കൊണ്ടുവരാൻ നടത്തിയ നീക്കങ്ങളും അന്ന് കോടതി കയറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിൽ വലിയ തരത്തിലുള്ള ആരോപണം ഈ കുടുംബം നേരിടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അവർ താഴമൺ കുടുംബം ഈ ചുമതലയിൽ നിന്ന് ഒഴിയണം എന്ന ആവശ്യം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒപ്പം അതല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് നിയമന അധികാരി, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് തന്നെ താഴമൺ കുടുംബത്തെ ഇതിൽ നിന്ന് മാറ്റാനുള്ള അധികാരമുണ്ട്. അത് ഏതെങ്കിലും ആചാര ലംഘനത്തിൻ്റെ വിഷയം കടന്നു വരുന്നില്ല. കോടതി തന്നെ ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ വാദം. എന്തായാലും ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉന്നയിച്ച ഈ വാദത്തിന് അനുകൂലവും പ്രതികൂലവുമായ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ ഇപ്പോൾ സജീവമായി തന്നെ മുന്നോട്ട് നടക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് നടക്കുന്നത്. അല്പം മുമ്പ് സംസ്ഥാന ദേവസ്വം മന്ത്രി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ K മുരളീധരൻ്റെ വാക്കുകൾ കൂടി ഈ വിഷയത്തിൽ പ്രസക്തമായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഈ വിഷയം ദേവസ്വം ബോർഡിന് മുന്നിൽ തന്ത്രിയുടെ കത്ത് കെട്ടിയിട്ടുണ്ട്. തന്ത്രി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ്. കോടതിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് സർക്കാരും സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് ആചാരപരമായ ഒരു വിഷയമാണല്ലോ. നേരത്തെ ശബരിമല വിഷയത്തിൽ സുപ്രധാനമായ ഒരു കോടതി വിധി വന്നപ്പോൾ ഉണ്ടായ, അതായത് സ്ത്രീകളുടെ പ്രവേശനം, യുവതീ പ്രവേശനമൊക്കെ അനുവദിച്ച ഘട്ടത്തിലടക്കം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് തീരുമാനമെടുത്താലും അതിലൊരു പൊതുവായ നിലപാട് സ്വീകരിക്കുക. ഇതേ മുരളീധരൻ തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് പല പൂജകളുടെയും സമയമടക്കം നിശ്ചയിക്കുന്നത് കോടതികളാണ് എന്ന നിലയിൽ പരോക്ഷമായ വിമർശനമൊക്കെ ഉന്നയിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം പാർട്ടിയെ സംബന്ധിച്ച് ബി.ജെ.പിയെ സംബന്ധിച്ചും ഇതിലൊരു നിലപാട് വ്യക്തമാക്കേണ്ടതായി വരുമല്ലോ സജിത്ത്? അതെ, ബി.ജെ.പി ഈ വിഷയത്തിൽ ഒരു പൊതു നിലപാട് എടുത്തിട്ടില്ല. പക്ഷേ ബി.ജെ.പിയുടെ നേതാവെന്ന രീതിയിലാണ് KS രാധാകൃഷ്ണൻ്റെ ഈ നിലപാടിന് കൂടി പ്രസക്തി ഉണ്ടാവുന്നത് എന്നതാണ് കാര്യം. അദ്ദേഹം നേരത്തെയും ഈ ആചാര വിഷയങ്ങളിലൊക്കെ നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നേരത്തെ മനീതി സംഘം, അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ അതിൽ വലിയ തരത്തിലുള്ള ആചാര ലംഘനം ആരോപിക്കപ്പെടുന്നു. അവിടെ നിന്ന് ശുദ്ധികർമ്മങ്ങളൊക്കെ അന്ന് തന്ത്രി ചെയ്തിരുന്നു. അതൊക്കെ ഇത്തരം ശുദ്ധികർമ്മം കൊണ്ട് ഒഴിവാകും. പക്ഷേ താഴമൺ കുടുംബം നേരിടുന്ന ആക്ഷേപം ഒരു തരത്തിലും അത് ഒഴിവാക്കപ്പെടാവുന്നതല്ല. അതുകൊണ്ട് ഗുരുതരമായ ആക്ഷേപം നേരിടുന്ന താഴമൺ കുടുംബത്തെ താന്ത്രിക ചുമതലയിൽ നിന്ന് മാറ്റണമെന്നതാണ്. ഇതെന്തായാലും ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാവുന്ന വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്, സർക്കാരിനൊക്കെ ഈ വിഷയത്തിൽ നിലപാടുകൾ പറയേണ്ടി വരുമെന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയ്ക്ക് കൂടി ഇത് വരുമ്പോൾ, അതായത് തനിക്ക് പകരം തൻ്റെ മകന് താന്ത്രിക ചുമതല നൽകണമെന്ന കണ്ഠർ രാജീവരുടെ ആവശ്യം കോടതിക്ക് പരിഗണനയിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഒരുപക്ഷെ ദേവസ്വം ബഡ്ജറ്റ് പരാമർശം
പരാമർശങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഏറെ പ്രസക്തമാവുകയും മാറുന്ന സാഹചര്യമുണ്ടാവും. നമുക്കറിയാം ശബരിമലയുടെ താന്ത്രിക വിധിയിൽ ഒരു പ്രത്യേക പരിഗണനകളും നീക്കങ്ങളും ഒക്കെ ഉണ്ട്. ശബരിമലയിലെ മേൽശാന്തി ആവുന്നവർ മലയാള ബ്രാഹ്മണരായിരിക്കണമെന്ന പ്രത്യേകതയുണ്ട്. എന്നാൽ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ആ പ്രത്യേകതയില്ല. അപ്പോൾ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക പരിഗണനയും ആചാര പ്രത്യേകതകളും ഒക്കെ നിലവിലുണ്ട്. അത് നമ്മൾ മുമ്പും പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ താന്ത്രിക ചുമതല താഴമൺ മഠത്തിന് മാത്രമാണ് എന്ന വാദം ശരിയല്ല. താഴമൺ കുടുംബത്തിലേക്ക് ഈ താന്ത്രിക ചുമതല എത്തിയിട്ട് തന്നെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ പോലും. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഇത് മാറ്റാവുന്നതാണ്. ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. നിയമന അധികാരി ദേവസ്വം ബോർഡാണ്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് അത് കഴിയുമെന്ന വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതൊരു വലിയ പൊതുചർച്ചയ്ക്ക് വിധേയമാവുന്ന വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിലൊക്കെ ഇത് വരും. അഭിലാഷ് സൂചിപ്പിച്ച പോലെ BJP അടക്കം ഈ ഇത്തരം വിശ്വാസ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയും ഒരു പ്രത്യേകതയുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന് മുന്നിലും അവരും ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടി വരുമെന്ന പ്രത്യേകത കൂടി മുന്നോട്ട് വരുന്നു. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാധാകൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട പ്രതികരണം നടത്തിയത്. അതായത് താഴമൺ കുടുംബത്തിന്റെ ഈ താന്ത്രികപരമായിട്ടുള്ള അവകാശം അത് നീക്കണം എന്ന ആവശ്യം അദ്ദേഹം ഉയർത്തിക്കാണിക്കുമ്പോൾ ഇത് വലിയ തോതിൽ വീണ്ടും പൊതുസമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൂടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.